കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന കണ്ണീരിനൊഴുക്കൈ ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം ഓർത്തഡോക്സ് സഭ കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ഡൈനീഷ്യസ് നിർവഹിച്ചു. ചികിത്സാ സഹായ വിതരണം, രോഗികൾക്കുള്ള സഹായ വിതരണം എന്നിവയും ചടങ്ങിൽ നടന്നു. സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരിൽ ഈശ്വരനെ കാണണമെന്നും അവരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര സേവയെന്നും മനസ്സിലാക്കി അർഹിക്കുന്നവർക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ സന്നദ്ധരാകണമെന്നും മെത്രാപ്പോലീത്ത പറഞ്ഞു. ക്യാൻസർ രോഗബാധിതയായ ഒരു വിദ്യാർത്ഥിക്ക് മജ്ഞമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി കോളേജ് ചാരിറ്റി ഫണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. രോഗികൾക്കുള്ള സഹായ വിതരണം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഫിനാൻസ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ജി മുരളീധരൻ നിർവഹിച്ചു. കൂടാതെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സജീവ പുല്ലാങ്കുഴിയുമായി സഹകരിച്ച് 2 നിർധന കുടുംബങ്ങളുടെ വീട് നിർമ്മാണം ഏറ്റെടുക്കാനും തീരുമാനിച്ചു. ചാരിറ്റി ഫണ്ടിലേക്കുള്ള ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച ലക്കി കൂപ്പണുകളുടെ നറുക്കെടുപ്പ് നടന്നു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വൈ ജോയി അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഫാദർ ഡോക്ടർ ബോബി ജോൺ, ഫാദർ ജോ ഫെർണാണ്ടസ്, ഫാദർ ഡോക്ടർ ജോണി പതിനഞ്ചിൽ, ഫാദർ ജോബി, ഫാദർ ലിജു, രാജു നന്ദനം, സജീവ് പുല്ലാക്കുഴി, അർച്ചിത് MP, ജെ ജോൺസൺ, അജയ് ചാക്കോ, റംസി F, മുഹമ്മദ് സയ്യിദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.